ഓക്കെ, നമ്മൾ ചെറിയൊരു റൈഡിന് പോവുകയാണ്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഡിസംബർ ഒന്നും ആയിട്ടൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. ഇത് ഓഗസ്റ്റ് മാസമാണ്, ഓഗസ്റ്റ് 18. നല്ല കാലാവസ്ഥ, വെയിലുണ്ട്, തെളിഞ്ഞ പ്രഭാതമാണ്. സമയം ഏകദേശം പ്രഭാതമൊന്നും പറയുമൊന്നും വേണ്ട, ഒരു 8 മണി 9 മണിയായി കാണുമെന്ന് തോന്നുന്നു, അല്ലേ? അല്ല, 10 മണിയായി. രാവിലെ 10 മണിക്ക് ഒരു റൈഡിന് ഇറങ്ങിയതാണ്. പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ലപുഴയും കാലമൊന്നും ആയിട്ടില്ല കേട്ടോ, എല്ലായിടത്തും പച്ചപ്പാണ്. ഇപ്പം ഓഗസ്റ്റ് ആയതുകൊണ്ട് നല്ല കാലാവസ്ഥയാണ്. വലിയ മഴയില്ല, വലിയ ചൂടില്ല. ഈ സമയത്ത് റൈഡിന് പോകാൻ പറ്റിയ സമയമാണ്, യാത്രയ്ക്ക് പോകാൻ പറ്റിയ സമയമാണ്. കണ്ടോ, മരങ്ങളൊക്കെ നല്ല ഭംഗിയല്ലേ നോക്കി, പച്ചനിറമാണ് മുഴുവൻ. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഇത് മുഴുവൻ നിറം മാറി വേറെ നിറമാകും, മഞ്ഞയും ചുമപ്പും ഒക്കെ ആയിട്ടങ്ങ് മാറും. ഇതൊരു കൊച്ചിറക്കമാണ് കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള റോഡിൻ്റെ ഒരു ഇറക്കം. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ആൾക്കാരൊക്കെ പള്ളിയിലായിരിക്കും, അല്ലെ കുറച്ച് താമസിച്ച് എഴുന്നേക്കും. കുറേ പേരൊക്കെ നടക്കാൻ പോകും, കുറേ പേര് ഷോപ്പിംഗ് സെൻറ്ററുകളിൽ പോകും, ഷോപ്പിങ്ങിന് പോകും, മാളിൽ പോകും. ഇങ്ങനെയൊക്കെയാണ് ഞായറാഴ്ചത്തെ ദിവസം ഇവിടെ. സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ട് മറന്നുപോയി. എന്തൊരു കഷ്ടമാണ്, ഇതെപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ശല്യമേ ശല്യം. ഇറങ്ങുമ്പോൾ ഇങ്ങ് ഇട്ടാൽ മതി, പക്ഷെ ഇത്ര കഴിയട്ടെന്ന് വിചാരിക്കാം, അന്നേരം പിന്നെ അത് മറന്നു പോകും. ഇവിടെ ഇപ്പം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയം കലുഷിതമാണ്. ട്രംപിൻ്റെ ഭരണം വന്നേ പിന്നെ പല കോൺട്രവേഴ്സീസ് ഉണ്ടാകുന്നുണ്ട്. ഭൂരിപക്ഷം ആൾക്കാർക്കും ഇഷ്ടമാണ്, എന്നാൽ ലിബറൽസിന് ഒട്ടും ഇഷ്ടമല്ല. അവരിങ്ങനെ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യക്കാരാണ് പിന്നെ പറയുകയും വേണ്ട. താരിഫ് ഏർപ്പെടുത്തിയ പിന്നെ ഇവർ നിരന്തരം തെറിയാണെന്ന് പറയാം, അല്ലേ? മലയാളി ചാനലുകളും ഹിന്ദി, തമിഴും ഒന്നും അധികം കാണാറില്ല. ഇംഗ്ലീഷ്, ഹിന്ദി, നോർത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലേഴ്സ് പലപ്പോഴും നോക്കാറുണ്ട്. കേരളത്തിലെ യൂട്യൂബ് ചാനലേഴ്സ് മൊത്തം ട്രംപിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വാസ്തവം ഉണ്ടെന്നുള്ളത് വേറെ കാര്യം. പലരും ട്രംപിനെ കുറ്റം പറയുന്നത് വാസ്തവം അറിയാത്തതുകൊണ്ടോ, അല്ല അമിത ദേശാഭിമാന ബോധം കൊണ്ടോ, മോദി സപ്പോർട്ട് കൊണ്ടോ, BJP മനോഭാവം കൊണ്ടോ ഒക്കെയാണ്. അല്ലാതെ സത്യസന്ധമായൊരു വിലയിരുത്തലല്ല. സത്യസന്ധമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹം ലോകത്തിനും അമേരിക്കയ്ക്കും നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഒരു സമാധാനമുള്ള രാജ്യം, ലോകം ഉണ്ടാക്കുക എന്നൊക്കെയുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല, കാരണം മറ്റുള്ളവരോട് സമ്മതിക്കണ്ടേ. ഈ ക്രിക്കറ്റ് കുത്തിയാൽ പിന്നെ എന്നാ കാണിക്കും? കുറേ കഴിയുമ്പോൾ ഏത് മനുഷ്യനും തിരിച്ച് റിയാക്ട് ചെയ്ത് പോകും. അതുകൊണ്ട് ഇത് എത്ര കാലം പോകുമെന്നറിയില്ല, എന്നാലും സോ ഫാർ സോ ഗുഡ്. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു രാജ്യസ്നേഹ പാർട്ടിയായിട്ട് മാറി. ദേശസ്നേഹം അവരുടെ കൈമുതലായി. അതിന് നേതൃത്വം കൊടുത്ത് ട്രംപാണ് എന്നതുകൊണ്ടും ഈ രാജ്യം ഇങ്ങനെ പോയാൽ, ഇതുവരെ പോയ പോലെ പോയാൽ ഇത് തകർന്നു പോകും. ഒരു 3ാം ലോക രാജ്യമായി തീരും വീണ്ടും എന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ട് ഇപ്പോഴത്തെ അവസ്ഥ സ്റ്റേറ്റസ് കോ നിലനിർത്താനെങ്കിലും അവർ ശ്രമിക്കുന്നു.
അതുകൊണ്ടുള്ള നന്മ അമേരിക്ക തന്നെ കേട്ടോ, അമേരിക്കൻ ജനതയ്ക്കാണ്. അതിപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഗുണം ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അമേരിക്കാരെന്ന് പറഞ്ഞാൽ വൈറ്റ്സ് മാത്രമല്ലല്ലോ, എന്നുള്ള എല്ലാ മനുഷ്യരും ഇവിടെയുണ്ട്. മലയാളികൾ ഇഷ്ടം പോലെയുണ്ട്, ഇന്ത്യക്കാർ അതിൽ കൂടുതലുണ്ട്. അവർക്കാണ് അതിൻ്റെ നന്മ കിട്ടാൻ പോകുന്നത്, അവർക്കും കൂടിയാണ്. അല്ലാതെ ഇവിടുത്തെ വൈറ്റ്സിന് മാത്രമോ അല്ല, ബ്ലാക്സിന് മാത്രമല്ല, എല്ലാവർക്കും കൂടിയാണ്. അപ്പം നമ്മളതിൽ സന്തോഷിക്കുക വേണ്ടത്. നമ്മൾ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലെന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ പുള്ളി ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. പുള്ളിയുടെ സ്ഥിരം പ്രോഗ്രാംസുമായിട്ട് നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കേരളത്തിൽ കിടന്നുകൊണ്ട് അയ്യോ ട്രംപ് അത് ചെയ്തേ, ട്രംപ് വിറച്ചു, ഞമ്പ് മുട്ടുമടക്കി, ട്രംപ് നാണം കെട്ടു, ട്രംപ് അതായി, ട്രംപിന് ഇതായി, ട്രംപ് തല താഴ്ത്തി എന്നൊക്കെ വെറുതെ കിടന്ന് പറയാമെന്ന് മാത്രം. പറയുന്നവർക്കൊരാശ്വാസം. പിന്നെ അത് കാണുന്ന കുറേ ത്രില്ലടിച്ച മലയാളികളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ അതിന് മാത്രം യൂസ് ചെയ്യാൻ നോക്കിയിട്ട് ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് അതിനെക്കുറിച്ച്. കണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. സത്യത്തിൽ ആ പുള്ളി ഇതെല്ലാം അറിയുന്നില്ല, ഇതൊന്നും അറിയുന്നില്ലെന്ന് തന്നെയല്ല, ഇതൊന്നും ഇവിടെയൊന്നും ബാധിക്കാൻ പോകുന്നുമില്ല. ഇവിടെ ജീവിക്കുന്നവർക്കറിയാം ഇവിടുത്തെ കാര്യം എന്താണെന്നുള്ള കാര്യം. അമേരിക്കക്കാർക്കറിയാം അമേരിക്കൻ ജീവിതം എന്താണ്. അല്ലാതെ ഇന്ത്യയെ കിടന്നുകൊണ്ട് ട്രംപിനെ തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അയാളെ ഏൽപ്പിച്ച ജോലി അയാൾ നന്നായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. ട്രംപിനെ ഏൽപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് എന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി ഇപ്പോൾ നാട്ടുകാർക്ക് മൊത്തം ജോലി ഉണ്ടാക്കുക, ലോകത്തുള്ള എല്ലാവർക്കും സൗജന്യ ഭക്ഷണം കൊടുക്കുക, ലോകത്തുള്ള എല്ലാവർക്കും അവരുടെ വ്യവസായം വിജയിപ്പിക്കുക, ലോകത്തുള്ള എല്ലാവരുടെയും ആരോഗ്യം നന്നാക്കുക, ലോകത്തുള്ള എല്ലാവരുടെയും, അതല്ല ട്രംപിൻ്റെ ജോലി. ട്രംപിനെ ഏൽപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോലിയാണ്. അല്ലാതെ ലോകത്തിൻ്റെ മൊത്തം കാര്യം നോക്കാൻ പുള്ളിനെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, പുള്ളി ഏറ്റെടുത്തിട്ടുമില്ല. പിന്നെ നമ്മളെന്തിനാണ് അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നതിൽ നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ലോകത്തിലെ പല നേതാക്കന്മാരും ഇതുപോലെ ട്രംപിനെ പോലെ ജോലി ചെയ്തിരുന്നെങ്കിൽ അത് ഉറക്കമുണ്ടോ മനുഷ്യന്? 3-4 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്യുന്ന ജോലി പോലെ ഓരോ രാജ്യക്കാരും അവരുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ലോകം മൊത്തമായിട്ട് മാറിയാണ്. ഈ പൊളിറ്റീഷ്യൻസും ഈ നേതാക്കന്മാരും ഒക്കെ എന്താ ചെയ്യുന്നത്? കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അവരെ സ്റ്റേറ്റസ് കോ നിലനിർത്തി കൊണ്ടുപോകുന്നു, അല്ലെ കുറച്ചുകൂടെ വഷളാക്കി കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. ഇതുവരെ പോയ പോലെ ഇങ്ങനെ കാട്ടിലെ ആന അല്ല കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്ന് പറഞ്ഞ പോലെ വലിപ്പിക്കുക. പിന്നെ എന്താണ് വേറൊരു ചൊല്ലുണ്ടല്ലോ, ദീപസ്തംഭ മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം, എനിക്കും കിട്ടണം പേര്, അല്ലെ എനിക്കും കിട്ടണം അധികാരം. ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അല്ലാതെ ലോക നേതാക്കൾ ഏതെങ്കിലും വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ ആ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്നവർ. ഉദാഹരണത്തിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈസ് എ പെർഫെക്റ്റ് പ്രസിഡന്റ് എൻ്റെ നോട്ടത്തിൽ. ചൈനയ്ക്ക് വേണ്ടിയും ചൈനീസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയും ചൈനയിലെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു മനോഹരനായ മിടുക്കനായ ഒരു പ്രസിഡന്റ്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഭരണാധികാരി ഒരാൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഷീ ജിൻപിങ് ആണെന്ന് പറയും. മിടുക്കൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ട്രംപിനെ കുറിച്ച് എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. പിന്നെ സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അധികം ഭരണാധികാരികളെ ഞാൻ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും വളരെ ഒന്നുകിൽ അവർ ദുർബലരാണ്, അല്ലെങ്കിൽ അവർ വേണ്ടത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ കുറേ നല്ല ആൾക്കാരുണ്ട്. അത് ചെറിയ രാജ്യങ്ങളാണ്, വലിയ രാജ്യങ്ങളൊന്നുമല്ല. പോളണ്ട് വേറൊരു ഉദാഹരണമാണ്. ആ രാജ്യത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള ഭരണകർത്താക്കളെയാണ് ലോകത്തിന് ആവശ്യം. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു ഭരണാധികാരി ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ആ രാജ്യത്തിൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നെങ്കിൽ അവരെ നിങ്ങൾ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അതുപോലെ നമ്മുടെ നേതാക്കന്മാരോട് ആകാൻ പറയുക. അത് പറയാതെ നമ്മുടെ നേതാക്കന്മാർ എന്ത് പോക്കൃത്തരം കാണിച്ചാലും അതിനെ പൊക്കി പറയുകയും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർ എന്ത് വൃത്തികേട് കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ളവർ ചെയ്യുന്നതിനെ ഇകഴ്ത്തി പറയുകയും ചെയ്യുന്ന നമ്മുടെ മനോഭാവം, ഈ മലയാളി ഇന്ത്യൻ മനോഭാവം തികച്ചും ജുഗുപ്സാവഹമെന്നേ എനിക്ക് പറയാനുള്ളൂ. വാക്ക് ഞാൻ ചുമ്മാ ഉപയോഗിച്ചായിട്ട് വളരെ മോശമേ മോശം. ഇത്രയും മോശമായിട്ടൊരു മനോഭാവമുള്ള മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. അത് യൂട്യൂബ് തുറന്നാൽ കാണാം. ഓരോ ചാനലുകാരും അടിച്ചു വിടുന്ന അവരുടെ പൊളിറ്റിക്സും അവരുടെ മനോഭാവവും അവരുടെ ഇടുങ്ങിയ ചിന്താഗതിയും അവരുടെ അറിവില്ലായ്മയും ഇഷ്ടംപോലെ കാണാം നമുക്ക്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുക, അതുവഴി ഒന്നുകിൽ റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുന്നു,
അല്ലെങ്കിൽ എന്തോ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകരും യൂട്യൂബേഴ്സൊക്കെ ആയി മാറി നമ്മളിൽ പലരും, പ്രത്യേകിച്ച് വാർത്താ ചാനലുകൾ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ വെറുതെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. തിളയ്ക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് സാമ്പാർ റെഡിയായിട്ട് വരുന്നുണ്ട്, ആഹാ, അങ്ങനെ തിളച്ച് ഇങ്ങനെ കിടക്കും. പക്ഷെ കഴിക്കാൻ പറ്റില്ല. കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒക്കാനം ഉണ്ടാക്കുന്ന ഛർദിയാണ്. ഒക്കാനം ഉണ്ടാക്കുന്ന സാമ്പാർ, അല്ലെ വയറിളക്കം, ഛർദി, അജീർണം, ഗ്യാസ് എന്നിവ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ വാർത്തകളും ചാനലുകളും ഒക്കെ മാറിക്കഴിഞ്ഞു എന്നതിൽ വളരെ പരിതാപകരമായ ആ അവസ്ഥയെ ഓർക്കുമ്പോൾ വളരെയധികം പ്രതിഷേധമുണ്ട്. ദുഃഖമൊന്നുമില്ല. എന്തിനു ദുഃഖിക്കണം? ദുഃഖിച്ചിട്ട് കാര്യം ചിലർ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ടെന്ന് അറിയുമോ? ആർക്കും ദുഃഖമൊന്നുമില്ല. ധാർമ്മിക രോഷമുണ്ട്, ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ തോന്നുന്നൊരു അപ്പം അതൊക്കെയാണെന്നിപ്പോൾ എനിക്ക് ചുമ്മാ പറയാൻ തോന്നി. ഇന്നിപ്പോൾ കുറേ കാലമായി ഞാനൊരിക്കലും ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് വീഡിയോ എടുത്തിട്ടില്ല. വെറുതെ ഇടുന്നു. ആരെങ്കിലും എന്തെങ്കിലും കാണുവാണെങ്കിൽ കാണട്ടെ. ഇതിപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയല്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഫ്യൂച്ചർ വേണ്ടി, ഇനി ആരെങ്കിലും എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഇന്നത്തെ ഈ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, ഈ 25 ഓഗസ്റ്റ് എങ്ങനെയായിരുന്നു, ഇവിടുത്തെ പ്രകൃതി എങ്ങനെയായിരുന്നു, ഇവിടുത്തെ റോഡുകൾ എങ്ങനെയായിരുന്നു, ഇവിടുത്തെ മനുഷ്യർ എങ്ങനെയായിരുന്നു, ഇന്നത്തെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചുമ്മാ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ചുമ്മാ കാണുന്നു. ഞാൻ പണ്ട് പഴയ വീഡിയോ കാണാറുണ്ട്, ഈ 28ലെയും 30സിലെയും ഒക്കെ ഒത്തിരി പഴയ ആദ്യത്തെ വീഡിയോകൾ. അതെന്തൊരു അല്ലേ, ടൈം ട്രാവലാണ്. നമ്മൾ പുറകോട്ട് യാത്ര ചെയ്യുന്നൊരു. ഇപ്പം എന്തെങ്കിലും കുറേ കാലം ഈ വീഡിയോ കിടക്കുവാണെങ്കിൽ വരും തലമുറ കാണുമ്പോൾ ഈ പ്രകൃതിയൊക്കെ കാണാനൊരു വ്യത്യാസം ഉണ്ടാവും. ഇന്നത്തെ വീടിൻ്റെ രീതികൾ ഒരു 10-20 വർഷം കഴിഞ്ഞ് ഈ വഴി നോക്കുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നല്ല, ഇത് വേറെ രീതിയിലായിരിക്കും. അപ്പം നമ്മൾ ടൈം ട്രാവൽ നടത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ടൈം ട്രാവലിന് ഒരു 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 വേദി ഒരുക്കി കൊടുക്കുക, പിന്നോട്ട് നോക്കാനും മുന്നോട്ട് നോക്കാനും. അതൊരു രസമുള്ള കാര്യമാണ് അല്ലേ. ഓക്കെ, ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അതൊക്കെ നടത്തി തിരിച്ചു വരണം. എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് സ്റ്റോപ്പ് ലൈറ്റ്. പക്ഷേ നിർത്താതിരിക്കാൻ പറ്റില്ലല്ലോ. നിർത്തിയില്ലെങ്കിൽ നമുക്ക് തന്നെ കുഴപ്പം ഉണ്ട്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, സൺഡേ അതുകൊണ്ട് വളരെ കൂളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. കുറേ പേര് പള്ളിയിൽ പോയിട്ട് തിരിച്ചു പോകുന്നവരെ ഭൂരിപക്ഷം തോന്നുന്നു. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ പള്ളികളുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇവിടെയൊക്കെ എല്ലാവരും പറയും, അമേരിക്കയിലെല്ലാം വിശ്വാസികളൊന്നുമില്ല, ഇവിടെ എല്ലാവരും പള്ളി ഉപേക്ഷിച്ചു, പട്ടക്കാർ ഉപേക്ഷിച്ചു എന്ന്. എവിടെ? കത്തോലിക്ക പള്ളികളിലാണെങ്കിൽ എല്ലാ ഞായറാഴ്ച 5 കുർബാനയുണ്ട് മിക്കവാറും പള്ളികളിലൊക്കെ. പോപ്പുലേഷനുള്ള ഏരിയയിലൊക്കെ 5 കുർബാനയുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? കേരളത്തിൽ പോലും 3 കുർബാനയുള്ളതെന്ന് എനിക്ക് ഞായറാഴ്ച. അതെല്ലാം ഫുള്ളും ആയിരിക്കും. പള്ളി കയറുന്ന പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. അത് കാത്തലിക് ചർച്ച് മാത്രമല്ല, ഇവാഞ്ചലിക്കൽ ചർച്ചുകളിലും മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ് തുടങ്ങിയ പലതരം സഭകളുണ്ട് ഇവിടെ. ഇവിടെ സഭകളുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല. എല്ലാ സഭകളും ഉണ്ട് ഇവിടെ. എല്ലാ സഭകളിലും ആൾക്കാർ പോകുന്നുണ്ട്. മോർമോൺസ് വരെ ഉണ്ട് ഇഷ്ടം പോലെ. തിരക്കുള്ളൊരു ഞായറാഴ്ച എവിടെയാന്ന് വെച്ചാൽ പള്ളിയിലാണ്, പിന്നെ ഷോപ്പിംഗ് മാളിലും. അങ്ങനെയൊക്കെ പോകുന്നു ഈ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. വേറെ മറ്റു വാർത്തകളൊന്നും പ്രത്യേകിച്ചില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്. ഉറപ്പാണോ എന്നറിയില്ല, ചിലപ്പോൾ പെയ്തേക്കാം. അത് ഇവർ ഏരിയ തിരിച്ച് കൃത്യം പറഞ്ഞിട്ടല്ല. ഈ ഭാഗത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അത് എവിടെയാണെന്നറിയാൻ പാടില്ല. ഉണ്ടോ മോട്ടോർ സൈക്കിളുകാർ പോകുന്നുണ്ടോ? ഇവിടുത്തെ സമ്മർ സമയത്ത് ഒരു ത്രില്ലാണ് മോട്ടോർ സൈക്കിൾ ഓടിക്കൽ. ദേ പോകും. എല്ലാ ഹാർലി ഡേവിഡ്സനാണ് ആ പോകുന്ന 3 എണ്ണം. അതിൻ്റെ സ്വരം കേൾക്കുമ്പോൾ നമുക്കും ഒരു ആവേശം തോന്നും. ഇത് കൊള്ളാമല്ലോ, ഒന്ന് പോയില്ലല്ലോ, ഒന്ന് ഓടിക്കണമല്ലോ എന്ന്. കാണുന്നതൊക്കെ ഇവിടുത്തെ കാർ ലോട്ട്സാണ് കേട്ടോ. വലതുവശത്ത് ഇടതുവശത്ത് കാണുന്നത് കാറുകൾ വിൽക്കാനിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് ഇച്ചിരി പഴയ കെട്ടിടങ്ങളാണ്. ഇത് തുടങ്ങിയ കാലത്തൊക്കെയുള്ള 100 വർഷങ്ങളും പഴക്കമുള്ള കെട്ടിടങ്ങളായി വലതുവശത്ത് കാണുന്നത്.
ഉണ്ടോ ഫയർ എഞ്ചിൻ. ഗ്യാസിന് വില കുറഞ്ഞ പോലെ തോന്നുന്നു. വിചാരിച്ചു വില കൂടുമായിരിക്കും എന്നേ. ഗ്യാസിന് വില കൂടും, എല്ലാത്തിനും വില കൂടും, ഷോപ്പിംഗ് സെൻറ്ററുകൾ വില കൂടുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ കുറേശ്ശെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്നുണ്ട് താരിഫ് വന്നേ പിന്നെ. പക്ഷേ ജനങ്ങളത് ടോളറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഡെമോക്രാറ്റ്സ് ഒഴികെ ബാക്കി ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ പാർട്ടി ബേസിൽ ഉണ്ടാക്കുന്നതാണ്. എന്തെങ്കിലും വിലയെല്ലാം കൂടുമല്ലോ, എല്ലാ വർഷവും വില കൂടും, എല്ലാത്തിനും വില കൂടും. കേരളത്തിൽ തന്നെ എല്ലാത്തിനും വില കൂടുന്നുണ്ട്. അവിടെ ഇപ്പോൾ വല്ല താരിഫ് ഏർപ്പെടുത്തിയിട്ടാണ്? അല്ല. ഇന്ത്യയിൽ എല്ലാത്തിനും വില കൂടുന്നുണ്ട്. അത് ഇന്ത്യക്കാരൻ താരിഫ് ഏർപ്പെടുത്തിയിട്ടാണ്? അല്ല. അതൊരു സ്വാഭാവിക ആയ ഒരു പ്രതിഭാസമാണ്. നാണയത്തിൻ്റെ വില ഇടിയുന്നു, വസ്തുക്കളുടെ ലഭ്യത കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു, ഉപഭോക്താക്കൾ കൂടുന്നു, കച്ചവടക്കാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള അത്യാഗ്രഹം കൂടുന്നു, ഉൽപാദനം കുറയുന്നു. അങ്ങനെ പല രീതിയിലും സാധനങ്ങളുടെ വില കൂടാം. പക്ഷെ ഇതെല്ലാം ചിലപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരുത്തൻ്റെ തലയിൽ കെട്ടിവെക്കും. ആ പുള്ളി കാരണമാണ് ഇത് കൂടിയത്, അല്ല ഈ പുള്ളി കാരണമാണ് കൂടി, അല്ല ഇതൊരു കളക്റ്റീവാണ് അതിൻ്റെ കാരണങ്ങൾ. ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. ഓക്കെ, ഇതേ പോണു ഒരു മോട്ടോർ സൈക്കിൾ. ആഹാ, എന്തൊരു സ്പീഡ്! ഇത്ര സ്പീഡിൽ ഇതിൽ പോകാറുണ്ടോ അറിയില്ല. ഇനി ഇവിടെ നിന്ന് അടുത്തോട്ട് തിരിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് സെൻ്ററായി. ഞാൻ അവിടെ നിന്ന് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്നു. അതാണ് ഇന്നത്തെ പരിപാടി. തിരിച്ച് ചെന്നാൽ പോരാ, വീട്ടിൽ ചെന്നിട്ട് ഇനി കുക്കിംഗ് ചെയ്യണം. ഇനി അടുത്ത ആഴ്ചത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കി വെക്കണം. ആ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കൊണ്ടുപോകണം ജോലിക്ക് പോകുമ്പോൾ. അതാണ് ഈ ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് ഒന്ന് വിഷമിച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് സാധനങ്ങളില്ലെങ്കിൽ പിന്നെയും വീണ്ടും വാങ്ങിച്ച് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കാം. അതാണ് പലരും ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാർ അധികവും പുറത്ത് പോയി കഴിക്കുകയാണ്. ഇന്ത്യക്കാരാണ് വീട്ടിൽ കുക്ക് ചെയ്ത് അധികവും ഭക്ഷണം കഴിക്കുന്നത്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഏഷ്യൻസ്. പൊതുവേ ഇന്ത്യക്കാർ മാത്രമല്ല, ഏഷ്യക്കാരും അങ്ങനെ തന്നെ. എല്ലാം മിക്കവാറും ഏഷ്യക്കാരും. കാരണം അവർക്ക് പണം ലാഭിക്കാം. അതുകൊണ്ട് അവരുടെ കയ്യിൽ പണമുണ്ട്, കുറേ പണം സേവ് ചെയ്യുന്ന അങ്ങനെയാണ്. വീട്ടിൽ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചാൽ മണി സേവിങ് ഉണ്ട്. ഇവിടുത്തെ വെള്ളക്കാരും ആഫ്രിക്കക്കാരും ആഫ്രിക്കൻ അമേരിക്കൻസും ഒക്കെ എന്ത് ചെയ്യും? പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കും. അതുകൊണ്ട് അവരുടെ കൈ കാശുണ്ടാവില്ല. പക്ഷേ ഭൂമിയിൽ എക്കോണമി, ഭൂമിയിലെന്നല്ല, അമേരിക്കൻ എക്കോണമിക്ക് നല്ലതാണ്. കാരണം ഫുഡ് ഇൻഡസ്ട്രി വികസിക്കുന്നു, സാധനങ്ങൾക്ക് അവിടെ ജോലിക്കാർക്ക് ശമ്പളം കിട്ടുന്നു, അങ്ങനെ പല ഗുണങ്ങളുമുണ്ട്. എക്കോണമിക്ക് നല്ലതാണ്. പക്ഷേ പേഴ്സണൽ എക്കോണമിക്ക്, വ്യക്തിപരമായ സാമ്പത്തിന്, കുടുംബ സാമ്പത്തിക അവസ്ഥയ്ക്ക് നല്ലതല്ല. കാരണം അവരുടെ കയ്യിൽ വൈകുന്നേരം മാസാവസാനം ആകുമ്പോഴേക്കും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചുള്ള കാശൊക്കെ തീർന്നിരിക്കും. നമ്മൾ ഇന്ത്യക്കാരും ഏഷ്യക്കാരും ഒക്കെ പുറത്തുനിന്ന് പോയി കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് ഭക്ഷണ ചെലവ് കുറയ്ക്കും. അങ്ങനെ കുറച്ച് പൈസ ലാഭിക്കും. അവരുടെ കയ്യിൽ കുറച്ച് കാശ് കൂടുതലുണ്ടാവും. സ്വാഭാവികം, തികച്ചും സ്വാഭാവികം. ഓക്കെ, എന്നാ ബൈ.